നിങ്ങൾ അടുത്തായിട്ട് നമ്മുടെ പ്രോഗ്രാമിൻ്റെ ഈ ഫ്ലോ ചാർട്ട് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ നിങ്ങളൊരു പ്രോഗ്രാം ഉണ്ട്. നേരത്തെ ഞാൻ ചെയ്തെടുക്കുന്ന എക്സാമ്പിൾ ഫ്രം എനി ബേസ് ടു 10 ഡെസിമലിലേക്കുള്ളൊരു കൺവേർഷൻ അല്ലേ. അപ്പോൾ അതാണ് അതെന്തായാലും നിങ്ങൾ ഫംഗ്ഷനൊക്കെ വെച്ചിട്ടല്ലേ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് നിങ്ങൾ ഫ്ലോ ചാർട്ട് വരയ്ക്കേണ്ടതെന്നാണ് പറയുന്നത്. ഇവിടെ പാർട്ടായിട്ടാണ്. ആദ്യം മെയിൻ ഫംഗ്ഷൻ ഉണ്ട്, പിന്നെ അതേപോലെ ടു ഡെസിമൽ എന്ന് പറഞ്ഞിട്ടൊരു ഫംഗ്ഷൻ ഉണ്ട്, പിന്നെ അതേപോലെ തന്നെ വേറെ ഫംഗ്ഷൻ ഏതാണ്, 2 ഫംഗ്ഷൻ ഉണ്ട്, വാല്യൂ എന്ന് പറഞ്ഞിട്ടൊരു ഫംഗ്ഷൻ ഉണ്ട്. അപ്പോൾ ഇത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇതിലിപ്പോൾ വരുന്നത് എന്താണ്, മെയിൻ ഫംഗ്ഷനിൽ എന്തേ വരുന്നുള്ളൂ, ആ നമ്പറും ബേസും റീഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ആ ഫംഗ്ഷനെ ടു ഡെസിമൽ എന്ന് പറഞ്ഞ ഫംഗ്ഷനെ കോൾ ചെയ്യുന്നുണ്ട്, അത് പ്രിൻറ്റ് ചെയ്യുന്നുണ്ട്. അത്രയല്ലേ. അത് നമുക്ക് എങ്ങനെയാണ് വരുന്നത് നോക്കാം. ആദ്യം നമ്മൾ സ്റ്റാർട്ട് കൊടുക്കുക, ദെൻ ഇൻപുട്ടിൽ റീഡ് നം കോമ ബേസ്, ഇത് രണ്ടും റീഡ് ചെയ്യാം. ദെൻ നമ്മളെന്താ ചെയ്യുന്നത്, ഇറ്റ്സ് പ്രോസസ്സാണ്. വാല്യൂക്ക് ഏതിലേക്ക് സ്റ്റോർ ചെയ്യാം, വാല്യൂ ഇസ് ഈക്വൽ ടു ഡെസിമൽ നം, അതിലേക്ക് നമ്മും ബേസും നമ്മൾ പാസ് ചെയ്യുന്നുണ്ട്. ദെൻ നമ്മൾ വാല്യൂ പ്രിൻ്റ് ചെയ്യുന്നുണ്ട്, പ്രിൻ്റ് വാല്യൂ, ദെൻ സ്റ്റോപ്പ് ചെയ്യുന്നുണ്ടല്ലേ, സ്റ്റോപ്പ്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ മെയിൻ ഫംഗ്ഷൻ വരുന്നത്. ഇറ്റ്സ് ഫോർ മെയിൻ ഓൺലി, മെയിൻ ഫംഗ്ഷൻ. ദെൻ അടുത്തത് നമ്മൾ ഈ ടു ഡെസിമൽ എന്ന് പറയുന്ന ഈ ഫംഗ്ഷൻ ഉണ്ട്. അപ്പോൾ ഈ ഫംഗ്ഷൻ്റെ ഇതെങ്ങനെയാണ് വരുന്നത് നോക്കാം. അത് കുറച്ച് ലാർജ് ആയതുകൊണ്ട് നമുക്ക് അടുത്ത പേജിൽ ചെയ്യുന്നതായിരിക്കുന്നുണ്ട്. അവിടെ ടു ഡേയ്സ്, ഇതിലേക്ക് നമ്മൾ കൊടുക്കുന്നത് എന്തായിരുന്നു, നമ്പർ അരയുള്ള നമ്പർ അരയുണ്ട്, പിന്നെന്തായിരുന്നു ബേസും ഉണ്ട്, ബേസും. സോ വി ആർ സ്റ്റാർട്ടിങ്, നമ്മൾ ആ ഫംഗ്ഷൻ സ്റ്റാർട്ട് ചെയ്യണം. ദെൻ അങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് അതിലേക്ക് വേണ്ട എന്തൊക്കെ കാര്യങ്ങളായിരുന്നു ഉണ്ടായിരുന്നത് ഓർമ്മയുണ്ടോ? സം ഈസ് ഈക്വൽ ടു 0, നമ്മൾ പവർ ഈസ് ഈക്വൽ ടു 1 എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെ ഇനീഷ്യലൈസേഷനൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു അല്ലേ. പവർ ഈസ് ഈക്വൽ ടു 1, പിന്നെ എന്തായിരുന്നു ഡിഫറൻസ് സം എന്നൊക്കെ പറഞ്ഞിട്ട് ഡിഫറൻസ് സം ഈസ് ഈക്വൽ ടു 0, അതെല്ലാം കൊടുക്കുക. ദെൻ നമ്മൾ വേറൊരു കാര്യം നോക്കിയിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു ആ കാര്യം, അത് നമ്മൾ ഈ നമ്പറിൻ്റെ ലെങ്ത്ത്, സ്ട്രിങ് ലെങ്ത്ത് കാണുന്നുണ്ടായിരുന്നു. strlen ഈസ് ഈക്വൽ ടു സ്ട്രിങ് ലെങ്ത്ത് എന്തായിരുന്നു എൻ്റെ, strlen ഓഫ് ആ അരേൻ്റെ str, അത് നമ്മൾ കാണുന്നുണ്ടായിരുന്നു. അങ്ങനെ തന്നെയല്ല അല്ലേ. അതെല്ലാം നമ്മൾ ഇനീഷ്യലൈസ് ചെയ്തിരിക്കുന്നു. ദെൻ പിന്നെ ഇവിടെ നിങ്ങൾ നോക്കുക, ഇവിടെ ഒരു ഫോർ ലൂപ്പാണ് വരുന്നത്. ഈ ഫോർ ലൂപ്പിൽ 3 കാര്യങ്ങൾ വരുന്നുണ്ട്. ഫസ്റ്റ് ഒന്ന് ഇനീഷ്യലൈസേഷൻ വരുന്നുണ്ട്, അതേപോലെ തന്നെ പിന്നെ ഒരു കണ്ടീഷൻ ചെക്കിങ് വരുന്നുണ്ട്, പിന്നെ ഇൻക്രിമെൻറ്റിങ് ഉണ്ട്. ഈ 3 കാര്യങ്ങൾ നമ്മളിവിടെ ചെയ്യേണ്ടതാണ്. ആദ്യത്തെ കേസ് എന്താ വരുന്നത്, ഫോർ ലൂപ്പിൻ്റെ ഇനീഷ്യലൈസേഷൻ എന്താ വരുന്നത്, I is equal to strlen of n minus 1, നമ്മളിവിടെ കൊടുത്തതെന്ന് ഒന്ന് കുറയ്ക്കുകയാണ് ചെയ്യുന്നത് അതിൽ. ദെൻ അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്താ പറയുന്നത്, കണ്ടീഷൻ ചെക്കിങ്. കണ്ടീഷൻ ചെക്കിങ് എന്താ വരുന്നത്, ഇവിടെ എന്താ കണ്ടീഷൻ ചെക്കിങ് വരുന്നത്, I greater than or equal to 0 ആണോ എന്നുള്ളതാണ് നോക്കുന്നത്. I greater than or equal to 0 ആണോ എന്ന് നോക്കുന്നുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 2 കണ്ടീഷനുള്ളത്, ട്രൂ  ആവാം, ഫാൾസ് ആവാം. ട്രൂ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, 2 കണ്ടീഷനുള്ളത് ട്രൂ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, 2 കണ്ടീഷനുള്ളത് ട്രൂ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, 2 കണ്ടീഷനുള്ളത് ഫാൾസ് ആവാം. 2 കണ്ടീഷനുള്ളത് ഫാൾസ് ആവുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും,
അങ്ങനെ ട്രൂ ആണെങ്കിൽ ഇവിടെ നിങ്ങൾ നോക്കുക, ഇവിടെ ഇപ്പോൾ ട്രൂ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഫോർ ലൂപ്പിൻ്റെ അകത്തേക്ക് കടന്നിരിക്കുകയാണ്. ഓക്കെ, അങ്ങനെ അങ്ങനെ ഫോർ ലൂപ്പിൻ്റെ അകത്തേക്ക് കടന്നാൽ എന്താ സംഭവിക്കുന്നത്, അവിടെ ഒരു ഇഫ് ആണ് വരുന്നത്. അപ്പോൾ അഗെയിൻ നമ്മളവിടെ ഒരു ഇഫ് സ്റ്റേറ്റ്മെൻറ്റ് വരുന്നുണ്ട്. ഇഫ് എന്താണ് കണ്ടീഷൻ ചെക്കിങ് വരുന്നത്, ഇഫിൽ ചെക്കിങ് എന്തായിരുന്നു, എന്തായിരുന്നു നമ്മോ അവിടെ ഒരു ഫങ്ഷൻ കോളിംഗ് ആണ് നടക്കുന്നത്. വാല്യൂ എന്നാണ് അയാൾ പേര് കൊടുത്തിരിക്കുന്നത്. വാല്യൂ ഓഫ് നം ഓഫ് ഐ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ബേസ് ആണോ എന്ന് ചെക്ക് ചെയ്യുന്നുണ്ട്. അത് കൊടുക്കുക കേട്ടോ, അങ്ങനെയാണോ ചെക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ തന്നെ നമുക്ക് ട്രൂവും ഫാൾസും വരാം. അത് ട്രൂ ആണെന്നുണ്ടെങ്കിൽ നേരെ എവിടേക്കാണ് പോകുന്നത്, എക്സിറ്റിലേക്കാണ് പോകുന്നത് അല്ലേ. ട്രൂ ആണെങ്കിൽ അത് നമുക്ക് പിന്നീട് എഴുതാം. അല്ലാന്നുണ്ടെങ്കിൽ അത് ഫാൾസ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ നിങ്ങൾ നോക്കുക, സാധനം ഫാൾസ് ആണെന്നുണ്ടെങ്കിൽ നേരെ എവിടേക്കാണ് വരിക, ഈ ഒരു രണ്ട് സ്റ്റേറ്റ്മെൻറ്റിലേക്ക് വരിക. നം പ്ലസ് ഈക്വൽ ടു പറഞ്ഞിട്ട് ആ രണ്ട് സ്റ്റേറ്റ്മെൻറ്റിലേക്ക്. എന്താണ് സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത്, സ്റ്റേറ്റ്മെൻറ്റ് നം പ്ലസ് ഈസ് ഈക്വൽ ടു എന്താണ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് വെച്ചിട്ട് എഴുതുക. ഞാനത് എഴുതുന്നില്ല. ദെൻ പവർ ഈസ് ഈക്വൽ ടു എന്താണ്, പവർ സ്റ്റാർ ബേസ് അല്ലേ, അത്രയല്ലേ വരുന്നത്. എന്നിട്ട് നമ്മൾ വീണ്ടും നേരെ തിരിച്ചു പോകുന്നത് ഫോർ ലൂപ്പിലേക്ക് തന്നെയാണ് അല്ലേ. അതായത് ഐയിൽ നിന്ന് ഒന്ന് കുറച്ചിട്ട് എന്താ നേരെ അടുത്ത ഇതെന്താണ്, ഐയിൽ നിന്ന് ഒന്ന് കുറയ്ക്കുന്നു, എന്നിട്ട് അഗെയിൻ കണ്ടീഷൻ ചെക്കിലോട്ട് പോകുന്നു. അങ്ങനെയല്ലേ വരുന്നത് ഫോർ ലൂപ്പിൻ്റെ കേസിൽ. അതായത് നമ്മളിവിടെ നടക്കുന്നത് നേരെ എവിടേക്കാണ് പോകുന്നത്, നേരെ ഇത് കഴിഞ്ഞ് നേരെ നമ്മൾ എവിടേക്കാണ് പോകുന്നത്, കണ്ടീഷൻ ചെക്ക് ചെയ്യാനാണ് പോകുന്നത് അല്ലേ. കണ്ടീഷൻ ചെക്കിങ് വെറുതെ കണ്ടീഷൻ ചെക്കിങ് അല്ല, ഇവിടെ നമ്മൾ എങ്ങനെയാണ് കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നത്, നമ്മൾ ഐ ഈസ് ഈക്വൽ ടു ഐ മൈനസ് 1 അങ്ങനെ ഒന്ന് കുറച്ചിട്ടാണ് നേരെ കണ്ടീഷൻ ചെക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതാണ് ആ ഫോർ ലൂപ്പിൻ്റെ സ്ട്രക്ചർ. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുക, ഇവിടെ എന്താ സംഭവിക്കുന്നത്, ആദ്യം ആ ഫോർ ലൂപ്പിൻ്റെ ആ ഒരു ഫ്ലോ ആണ്. ഐ എന്നുള്ളത് നമ്മൾ അത് ഇനീഷ്യലൈസ് ചെയ്യുന്നു, ഐൻ്റെ ആ ചെക്കിങ് നടത്തുന്നുണ്ട്. അങ്ങനെ ചെക്കിങ് ട്രൂ ആണെന്നുണ്ടെങ്കിൽ നേരെ നമ്മൾ ആ ഫോർ ലൂപ്പിൻ്റെ അകത്തോട്ട് വരുന്നു. ആ ഫോർ ലൂപ്പിൻ്റെ അകത്തോട്ട് വന്നിട്ട് ഇവിടെ ഒരു കാര്യം ചെയ്യുന്നുണ്ട്, ഇഫ് കണ്ടീഷനിൽ ചെക്ക് ചെയ്യുന്നുണ്ട്. ഇഫ് കണ്ടീഷനിൽ ആ കണ്ടീഷൻ റോങ് ആണെന്നുണ്ടെങ്കിൽ നേരെ രണ്ട് സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്തിട്ട് നേരെ എങ്ങോട്ടാണ് പോകുന്നത്, വീണ്ടും ഫോർ ലൂപ്പിൽ എക്സിക്യൂട്ട് ചെയ്യാനാണ് പോകുന്നത്. ഫോർ ലൂപ്പ് അത് ഐ ഡിക്രിമെൻ്റ് ചെയ്തതിന് ശേഷം വീണ്ടും കണ്ടീഷൻ ചെക്കിലോട്ട് വരികയാണ്. ഇനി നമ്മളിവിടെ ഈ കണ്ടീഷൻ ഫാൾസ് ആണെന്നുണ്ടെങ്കിൽ നേരെ എങ്ങോട്ടാണ് പോകുന്നത്, നമ്മൾ താഴെ എങ്ങനെ പോകുന്നത്, റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റിലോട്ടാണ് പോകുന്നത്. റിട്ടേൺ എന്താണോ ആ ഒരു നമ്പർ, നേരെ ആ റിട്ടേൺ നമ്പർ റിട്ടേൺ ചെയ്യുന്നുണ്ട് അല്ലേ. ഇവിടെ നിങ്ങൾ നോക്കുക, ഇത് നേരെ ഈ ഫോർ ലൂപ്പിന് എക്സിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ ആ നമ്പർ റിട്ടേൺ ചെയ്യാനാണ് നോക്കുന്നത്. ദെൻ പിന്നെ വരുന്നത് ഈ കണ്ടീഷൻ ട്രൂ ആണെന്നുണ്ടെങ്കിൽ റിട്ടേൺ -1 എന്നുള്ളതാണ് റിട്ടേൺ ചെയ്യുന്നത്. സോ അത് നമുക്ക് അവിടെ കൊടുക്കുക, കണ്ടീഷൻ ട്രൂ ആണെന്നുണ്ടെങ്കിൽ റിട്ടേൺ -1. ഓക്കെ, ഇത്രയാണ് അതിൻ്റെ വരുന്നത്. പിന്നെ നമ്മളിവിടെ വേറൊരു സംഭവമുണ്ട്, എന്താണ്, ഇവിടെ നമ്മളൊരു കോൾ ചെയ്യുന്നുണ്ട്, ഒരു വാല്യൂ എന്ന് പറഞ്ഞിട്ടൊരു സംഭവത്തിന് അനദർ. ഇവിടെ കണ്ടു വാല്യൂ ഓഫ് str ഓഫ് ഐ. അഗെയിൻ നമ്മളിവിടെ ഒരു ഫംഗ്ഷനും കൂടെ വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയും കൂടെ നമ്മളിവിടെ എഴുതണം, വാല്യൂ ക്യാരക്ടർ സി. അപ്പോൾ അതിൻ്റെയും കൂടെ എഴുതുക. അടുത്തത് വരുന്നത് വാല്യൂ ക്യാപ് സി എന്ന് പറഞ്ഞിട്ട് ഫംഗ്ഷൻ വരുന്നുണ്ട്.
അപ്പോൾ അതിൻ്റെ ഇത് എഴുതുമ്പോൾ എങ്ങനെ എഴുതും? അവിടെ നിങ്ങൾ അവിടെ ഇപ്പോൾ നോക്കുന്നത് ഒരു കണ്ടീഷൻ ചെക്കിംഗ് ആണല്ലേ. അപ്പോൾ ഇവിടെ നോക്കുക, ഇതിലിപ്പോൾ അവിടെ ആ കണ്ടീഷൻ അത് നിങ്ങൾക്ക് സിമ്പിളായിട്ട് എഴുതാൻ കഴിയും. ഇവിടെ കണ്ടീഷൻ ചെക്കിംഗ് കൊടുക്കുക. ആ കണ്ടീഷൻ എന്താണ്? ഈഫ്. അതിൽ ട്രൂ ആണെന്നുണ്ടെങ്കിൽ റിട്ടേൺ. ട്രൂ ആകുമ്പോൾ ഏതാണോ റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കുക, ആ റിട്ടേൺ ഏതാണോ വരുന്നത് വെച്ചാൽ അത്. ഫാൾസ് ആണെന്നുണ്ടെങ്കിൽ ഔട്ട് ഗീവ് ദാറ്റ് റിട്ടേൺ ഏതാണോ സ്റ്റേറ്റ്മെൻറ്റ് വരുന്നത് വെച്ചാൽ കൊടുക്കുക. അപ്പോൾ ഇവിടെ ഇപ്പോൾ എന്താ സംഭവിക്കുന്നത്? ഇവിടെ ആദ്യം നമ്മൾ മെയിൻ ഫംഗ്ഷൻ എഴുതി, ദെൻ ടു ഡെസിമൽ എന്ന് പറയുന്ന ആ ഒരു ഫംഗ്ഷൻ എഴുതി, ദെൻ ആ വാല്യൂ ഫംഗ്ഷൻ എഴുതി. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് പലപ്പോഴും തെറ്റുന്നത് ഈ ഫോർ ലൂപ്പിൻ്റെ കേസിലൊക്കെ വരുമ്പോഴാണ് ഈ തെറ്റുന്നത് തോന്നുന്നുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് ആ ഫോർ ലൂപ്പിൻ്റെ കേസൊക്കെ എങ്ങനെയാണ് അങ്ങനെ ഒരു ഫോർ ലൂപ്പിൻ്റെ ഉള്ളിൽ ഒരു ഫോർ ലൂപ്പ് അങ്ങനെയൊക്കെ വരുമ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. ഓക്കെ.